സർവസംശയച്ഛേതാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. 59ാമത്തെ ശീർഷകമായ മുക്തിസ്വരൂപം വായിക്കാം. മുക്തി അനുഭവിക്കേണ്ടതാണെങ്കിലും അതിനു മുമ്പ് നമുക്ക് മുക്തിസ്വരൂപം എന്ന ശീർഷകം വായിക്കുകയെങ്കിലും ആവാം. ജീവനുള്ളവസ്ഥകൾ അവയും കണ്ടുകൊണ്ടു നിർവികാരിയായി സാക്ഷിയായിടും ആത്മാവിനെ ആത്മനാ കണ്ടിടണം, അല്ലാതെ മറ്റൊന്നിനാൽ ആത്മാവെ അറിയുന്നില്ലെന്നറിഞ്ഞാലുമേടോ. ജീവനുള്ള അവസ്ഥകൾ അവയും കണ്ടുകൊണ്ടു നിർവികാരിയായി സാക്ഷിയായിടും ആത്മാവിനെ. ആത്മാവ് എല്ലാറ്റിൻ്റെയും സാക്ഷിയാണ്, സർവസാക്ഷിയാണ് എന്ന് കഴിഞ്ഞ ശീർഷകത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ മോക്ഷം എന്താണ് എന്നാണ് പറയുന്നത്. ജീവന്റെ അവസ്ഥകളെ കണ്ടുകൊണ്ട്, ജീവന്റെ അവസ്ഥകൾ ഏതൊക്കെയാണ്? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഇതാണ് പ്രധാനപ്പെട്ട അവസ്ഥകൾ. ബോധക്ഷയം അല്ലെങ്കിൽ മോഹാലസ്യം അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം അത് അപ്രതീക്ഷിതമായി തലയ്ക്ക് അടിയേൽക്കുമ്പോഴോ അല്ലെങ്കിൽ ചില പ്രത്യേക രാസവസ്തുക്കൾ കൊണ്ട് ബോധം കെടുത്തുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. ജീവന്റെ സ്വാഭാവികമായ 3 അവസ്ഥകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ജീവന്റെ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളാകുന്ന അവസ്ഥാത്രയങ്ങളെ കണ്ടുകൊണ്ട് നിർവികാരിയായി സ്ഥിതി ചെയ്യുന്നവനാണ് ഈ ആത്മാവ്. യാതൊരു വികാരവും, ഒരു തരത്തിലുള്ള പരിണാമവും മാറ്റവും ഒന്നുമില്ലാതെ ചുമ്മാതെ കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിയാണ് ഈ ആത്മാവ്. അങ്ങനെ സാക്ഷിയായിടും ആത്മാവിനെ, സാക്ഷിസ്വരൂപത്തിൽ വർത്തിക്കുന്ന ആത്മാവിനെ എങ്ങനെ അറിയണം? ഇതാണ് ചോദ്യം. സാക്ഷിയെ ആരറിയും? എല്ലാറ്റിനെയും കാണുകയും അറിയുകയും ചെയ്യുന്നത് സാക്ഷിയായ ആത്മാവാണ്. ആ ആത്മാവിനെ ആരറിയും? ജീവൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം അബദ്ധം വേറെയില്ല. കാരണം ജീവന്റെ അവസ്ഥകളെ, ജീവഭാവത്തിന് തന്നെ സാക്ഷിയായിരിക്കുന്ന ആത്മാവിന് ജീവനെ അറിയാം എന്നല്ലാതെ ആ ജീവൻ ഈ ആത്മാവിനെ എങ്ങനെ അറിയാൻ പറ്റും? സാധ്യമല്ല. അങ്ങനെ ജീവൻ ആത്മാവിനെ അറിയുന്നു എന്ന് വന്നാൽ ആത്മാവിൻ്റെ സാക്ഷിയായി പോകും ജീവൻ. അതൊരിക്കലും ശരിയല്ല. ആത്മാവാണ് സാക്ഷി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എപ്പോഴും ആത്മാവാണ് ജീവഭാവത്തെയും ജീവന്റെ അവസ്ഥകളെയും അറിയുന്നത്. അപ്പോൾ ഈ ആത്മജ്ഞാനം, ആത്മാവിനെ അറിയുക, ആത്മാവിനെ സാക്ഷാത്കരിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ പൊരുളെന്താണ്? അതാണ് പറയുന്നത്. ഈ ആത്മാവിനെ എങ്ങനെ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ ആരറിയും? ഇതാണ് ചോദ്യം. ആത്മാവിൽ സാക്ഷിയായിടും ആത്മാവിനെ ആത്മനാ കണ്ടിടേണം. താൻ തന്നെയാണ് ഈ ആത്മാവിനെ അറിയേണ്ടത്. അല്ലാതെ മറ്റൊന്നിനാൽ ആത്മാവെ അറിയുന്നില്ല എന്നറിഞ്ഞാലും എടോ. അല്ലയോ കുട്ടി, ശിഷ്യേ, ഈ ആത്മാവിനെ ആത്മാവ് കൊണ്ടറിയണം. അതായത് അവിടെ ഞാനല്ല ആത്മാവിനെ അറിയുന്നത് എന്നർത്ഥം. അപ്പോൾ ആത്മാവ് ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ആത്മജ്ഞാനം കിട്ടി എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാനല്ലേ ആത്മാവിനെ അറിയേണ്ടത്, എനിക്കല്ലേ ആത്മജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആത്മാവിനെ അറിയുക സാധ്യവുമല്ല. ആത്മാവ് കൊണ്ട് ആത്മാവിനെ അറിയണം എന്ന് പറഞ്ഞാൽ അവിടെ എനിക്കെങ്ങനെ ആ ആത്മജ്ഞാനം കിട്ടും? ഇങ്ങനെയുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും.
ആമുഖം എന്ന വണ്ണം, മുഖവുര എന്ന വണ്ണം പറയുകയാണ്, ആത്മാവിനെ ആത്മാവ് കൊണ്ട് വേണം അറിയാൻ. അതെങ്ങനെ? അതാണ് ഇനി പറയുന്നത്. ആത്മാവേ ആത്മാവറിയുന്നവാറേവമെന്നാൽ ആത്മാവേ മനസ്സുകൊണ്ടറിഞ്ഞിടണമല്ലോ. താത്പര്യമതീനു ചൊല്ലിടുവൻ നിജമുഖ സൗന്ദര്യാദികളേവം എന്നു കണ്ടറിവാനായി ദർപ്പണം തന്നിൽ പ്രകാശിപ്പിച്ചു നിജമുഖം. സ്വപ്രകാശത്വമറിഞ്ഞിടുന്നീതതുപോലെ ദർപ്പണം മനസ്സെന്നു കണ്ടാലും അതിൽ കാണും. ദർപ്പണ പ്രതിബിംബ മുഖമാകുന്നു ജീവൻ. ചിത്തിൻ്റെ പ്രകാശവും ആയതു തന്നെയെന്നു ചിത്തത്തിലറിഞ്ഞാത്മസ്വരൂപം കണ്ടിടടോ. ആത്മാവിനെ അറിയുക അല്ലെങ്കിൽ ആത്മജ്ഞാനം നേടുക. എന്തുകൊണ്ടറിയും? ആരറിയും? അറിയാനുള്ള ഉപകരണം എന്താണ്? ഏതിലൂടെയാണ് അറിയേണ്ടത്? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തോന്നാം. അതിനുള്ള മറുപടിയാണ് ഈ പറഞ്ഞ വരികളിൽ വ്യക്തമാക്കുന്നത്. ആത്മാവെ ആത്മാവറിയുന്നവാറേവം എന്നാൽ ആത്മാവിനെ ആത്മാവ് അറിയുന്നത് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ആത്മാവ് മനസ്സുകൊണ്ടറിഞ്ഞിടണമല്ലോ. ഈ ആത്മാവിനെ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി അടിസ്ഥാനപരമായി രണ്ടും ഒന്ന് തന്നെയാണ്. ഒരേ അന്തഃകരണത്തിൻ്റെ രണ്ട് വൃത്തികളാണ് മനസ്സും ബുദ്ധിയും. ആ ബുദ്ധി കൊണ്ട് വേണം ഈ ആത്മാവിനെ അറിയാൻ. പക്ഷേ ഉപനിഷത്ത് പറയുന്നുണ്ടല്ലോ, യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ഈ ആത്മാവിനെ വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും അറിയാൻ കഴിയുകയില്ല. അവയ്ക്ക് അപ്പുറത്താണ് ആത്മാവിൻ്റെ സ്ഥിതി. ഇപ്പോൾ ഇവിടെ മനസ്സുകൊണ്ടറിയണം എന്ന് ആചാര്യൻ പറയുന്നു. അപ്പോൾ ഒരു പൊരുത്തക്കേടില്ലേ ഈ രണ്ടിനും എന്ന് ചോദിച്ചാൽ ഒരു പൊരുത്തക്കേടുമില്ല. പൊരുത്തക്കേടൊക്കെ വേണ്ടവണ്ണം കാര്യങ്ങളെ നാം മനസ്സിലാക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഉപനിഷത്ത് യഥോവാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്ന് പറയുമ്പോൾ അവിടെ വാക്ക് മനസ്സ് എന്നതുകൊണ്ട് എന്താണ് ഉപനിഷത്ത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ മനസ്സുകൊണ്ട് വേണം ആത്മാവിനെ അറിയാൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മനസ്സ് എന്നുള്ളത് ഏതർത്ഥത്തിലാണ് ആ വാക്ക് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നും മനസ്സിലാക്കണം. ഉപനിഷത്ത് വാക്കിനപ്പുറമാണ് ആത്മാവ്, മനസ്സിനപ്പുറമാണ്. വാക്കും മനസ്സും ആത്മാവിനെ അറിയാൻ ശ്രമിച്ചപ്പോൾ അവയ്ക്ക് ആ ആത്മാവിലെത്താൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു എന്നൊക്കെയുള്ള വിവരണങ്ങളുണ്ട്. അവിടെ വാക്ക് മനസ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ പവിത്രീകരിക്കപ്പെടാത്ത ചഞ്ചലമായ രജസ്തമോ ഗുണങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട മനസ്സിനെയാണ് അവിടെ പറയുന്നത്. ആ മനസ്സിന് ഒരിക്കലും തൻ്റെ അധിഷ്ഠാനത്തെ കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ഇവിടെ പറയുന്ന മനസ്സ് സത്വഗുണത്താൽ നിറയ്ക്കപ്പെട്ട മനസ്സാണ്, ശുദ്ധ മനസ്സാണ്, ശുദ്ധീകരിക്കപ്പെട്ട മനസ്സാണ്. ആ മനസ്സുകൊണ്ട് ആത്മാവിനെ വ്യക്തമായി അറിയാം. അതെങ്ങനെ അറിയാം എന്നാണ് പറയുന്നത്. ആത്മാവെ മനസ്സുകൊണ്ടറിഞ്ഞിടണമല്ലോ. ആത്മാവിനെ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി, അന്തഃകരണം എന്നും പറയാം. അതുകൊണ്ട് വേണം അറിയാൻ. ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, താത്പര്യമതീനു ചൊല്ലിടുവൻ നിജമുഖ സൗന്ദര്യാദികളേവം എന്നു കണ്ടറിവാനായി ദർപ്പണം തന്നിൽ പ്രകാശിപ്പിച്ചു നിജമുഖം
സ്വപ്രകാശത്വമറിഞ്ഞിടുന്നീതതുപോലെ. ഈ മനസ്സുകൊണ്ട് ആത്മാവിനെ അറിയണം എന്ന് പറയുന്നതിൻ്റെ പൊരുളെന്താണ്? അത് പറയാമെന്നാണ്. നിജമുഖ സൗന്ദര്യാദികൾ ഏവം എന്നു കണ്ടറിവാന് ഒരാൾക്ക് തൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം കാണണം, ആസ്വദിക്കണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ അയാൾ അതിനെ എങ്ങനെയാണ് പൂർത്തീകരിക്കുക? ആ ആഗ്രഹത്തെ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ശുദ്ധമായ ഒരു കണ്ണാടിയിൽ തൻ്റെ മുഖത്തിൻ്റെ പ്രതിബിംബത്തെ നോക്കുക. ശുദ്ധമായ കണ്ണാടി ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കുകയില്ല. കാഴ്ചയ്ക്ക് വക്രതയോ മറ്റു ദോഷങ്ങളോ ഒന്നും ഉണ്ടാക്കി തീർക്കുകയില്ല കണ്ണാടി. ഉള്ളതിനെ ഉള്ളതുപോലെ കാണിക്കും. ആകപ്പാടെയുള്ള ഒരു കുഴപ്പം ഇടത് വലതും വലത് ഇടതും പോലെ തോന്നും, അത്രയേ ഉള്ളൂ. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെയും കാര്യം ഇത് തന്നെയാണ്. ഈ ആര് ഇടത് ആര് വലത് എന്നുള്ളത് കൃത്യമായി തീരുമാനിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചാടും, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടും. ആരാരുടെ കൂടെ ഇതൊന്നും തീരുമാനിക്കാൻ കഴിയാത്തതുപോലെ. കണ്ണാടിയിൽ അങ്ങനെ തീരുമാനിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഒരൊറ്റ വ്യത്യാസം മാത്രം, നമ്മുടെ വലത് കണ്ണാടിയിൽ ഇടതായിട്ടും നമ്മുടെ ഇടത് കണ്ണാടിയിൽ വലതായിട്ടും കാണപ്പെടും, അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റ് അംശങ്ങളിൽ കണ്ണാടി ചതിക്കാറില്ല. അതുകൊണ്ട് തൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യാദികൾ, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സൗന്ദര്യം മുതലായവകളെ അറിയാൻ. ഉദാഹരണമായി ഷേവ് ചെയ്യണം ഒരാൾ. ഷേവ് ചെയ്യാൻ എന്താ മാർഗം? ഒരു കണ്ണാടി എടുത്ത് കയ്യിൽ പിടിക്കുക, എന്നിട്ട് കൃത്യമായി ആ പ്രതിബിംബ മുഖത്തെ നോക്കി എവിടെയാണ് താടിയും മീശയും മുടിയും ഒക്കെ ഉള്ളത്, ആ മീശയ്ക്ക് എത്ര നീളം വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നോക്കി, പ്രതിബിംബത്തെ നോക്കി തൻ്റെ മുഖത്തെയാണ് അയാൾ ക്ഷൗരം ചെയ്യുന്നത്, അല്ലേ? ഇതുപോലെ തന്നെ ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ സൗന്ദര്യം ഷേവിങ്, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ പൊട്ടുകുത്താൻ കൃത്യമായി നെറ്റിത്തടത്തിൻ്റെ നടുക്ക് തന്നെ വേണമല്ലോ ആ തിലകം ചേർത്താൻ. അപ്പൊ അതിന് കണ്ണാടിയാണ് സഹായിക്കുന്നത്. ഇനി മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ടോ, കണ്ണിൽ മഞ്ഞ നിറം വ്യാപിച്ചിട്ടുണ്ടോ എന്നറിയാനും കണ്ണാടി നോക്കിയാണ് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ എല്ലാ തരത്തിലും മുഖത്തിലുള്ള സൗന്ദര്യവും അതുപോലെ തന്നെ വൈരൂപ്യവും, പല്ലൽപ്പം പൊന്തിയിട്ടുണ്ടോ എന്ന് അറിയാനും ഇതേ കണ്ണാടി തന്നെ സഹായിക്കും. പല്ലിൽ പോടുകളുണ്ടോ എന്ന് പരിശോധിക്കുന്നതും കണ്ണാടിയുടെ സഹായത്തോടു കൂടിയാണ്. ഇങ്ങനെ മുഖമായാലും വായുടെ ഉൾഭാഗമായാലും നമുക്ക് കാണാൻ പറ്റാത്തതിനെ വ്യക്തമായി കാണിച്ചു തരുന്നതാണ് ഈ കണ്ണാടി. ഇടത് വലതും വലത് ഇടതുമായി തോന്നും, ആ ഒരൊറ്റ ദോഷമേ ഉള്ളൂ, അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇങ്ങനെ തൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം കണ്ണാടിയിൽ നോക്കി, ആ പ്രതിബിംബ മുഖത്തെ നോക്കി ഒരാൾ അറിയുന്നത് പോലെ അയാൾ അവിടെ എന്താ ചെയ്യുന്നത്? ദർപ്പണം തന്നിൽ പ്രകാശിപ്പിച്ചു നിജമുഖം, തൻ്റെ മുഖത്തെ കണ്ണാടിയിൽ പ്രതിഫലിപ്പിച്ചു. കണ്ണാടി മുമ്പിൽ കൊണ്ട് വയ്ക്കുമ്പോൾ പ്രതിഫലനം സ്വാഭാവികമായി സംഭവിച്ചുകൊള്ളും. അങ്ങനെ തൻ്റെ പ്രതിബിംബ മുഖത്തെ മാത്രമേ ഒരാൾക്ക് കാണാൻ കഴിയൂ, തൻ്റെ മുഖത്തെ ഒരിക്കലും കാണാൻ കഴിയുകയില്ല. എന്നിരുന്നാലും പ്രതിബിംബ മുഖത്തെ നോക്കി തൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം അയാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. പോരായ്മകളായാലും അല്ലെങ്കിൽ സൗന്ദര്യമായാലും വൈരൂപ്യമായാലും എന്തു തന്നെയായാലും കണ്ണാടിയിലെ മുഖത്തെ നോക്കി ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് പോലെ
അതിനാണ് ദർപ്പണം തന്നിൽ പ്രകാശിപ്പിച്ചു നിജമുഖം. ഇതുപോലെ സ്വപ്രകാശത്വം അറിഞ്ഞിടുന്നതുപോലെ, സ്വപ്രകാശത്വം എന്ന് പറഞ്ഞാൽ തൻ്റെ അഴക് അല്ലെങ്കിൽ സൗന്ദര്യം, മുഖത്തിൻ്റെ ആകൃതി, കണ്ണ്, മൂക്ക് തുടങ്ങിയ അല്ലെങ്കിൽ ചെവി, ചുണ്ട്, പല്ല് തുടങ്ങിയ അവയവങ്ങളുടെ ആകൃതിയും സൗന്ദര്യവുമൊക്കെ ഈ പ്രതിബിംബിത മുഖത്തെ നോക്കിയാണ് അറിയുന്നത്. അതുപോലെ ഇനി പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ദർപ്പണം മനസ്സെന്നോ കണ്ടാലും അതിൽ കാണും, ദർപ്പണ പ്രതിബിംബ മുഖമാകുന്നു ജീവൻ, ചിത്തിൻ്റെ പ്രകാശവും ആയതു തന്നെയെന്നു ചിത്തത്തിലറിഞ്ഞാത്മസ്വരൂപം കണ്ടിടടോ. പ്രതിബിംബ മുഖത്തെ നോക്കി അല്ലെങ്കിൽ മുഖത്തിൻ്റെ പ്രതിച്ഛായയെ നോക്കി മുഖത്തിൻ്റെ കൃത്യമായ രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ആത്മാവിനെ വ്യക്തമായി അറിയാൻ കഴിയുന്നത് മനസ്സെന്ന കണ്ണാടിയുടെ സഹായത്തോടു കൂടിയാണ്. ദർപ്പണം മനസ്സെന്ന് കണ്ടാലും കണ്ണാടിയുടെ സ്ഥാനത്താണ് മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി അല്ലെങ്കിൽ അന്ധകരണം, എന്ത് പേര് പറഞ്ഞാലും ദോഷമില്ല. ദർപ്പണം മനസ്സെന്ന് കണ്ടാലും കാണൂ, മനസ്സാണ് ഇവിടെ കണ്ണാടി എന്ന് മനസ്സിലാക്കൂ. അതിൽ കാണും ദർപ്പണ പ്രതിബിംബ മുഖമാകുന്നു ജീവൻ. ആ കണ്ണാടിക്കകത്ത് കാണുന്ന മുഖത്തിൻ്റെ പ്രതിഫലനമോ പ്രതിബിംബമോ പോലെയാണ് ചൈതന്യത്തിൻ്റെ പ്രതിബിംബമായ ജീവൻ. ആ ജീവൻ മനസ്സിൽ അല്ലെങ്കിൽ ബുദ്ധിയാകുന്ന ഉപാധിയിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ടല്ലോ. എങ്ങനെ? ഞാൻ എന്ന അനുഭവമായി. ഞാനുണ്ട്. ആ ഉണ്മയുടെ അനുഭവം പരമാത്മാവിൻ്റെത് തന്നെയാണ്. അതിൻ്റെ പ്രതിബിംബമാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രതിബിംബിത ചൈതന്യത്തെ, അന്തഃകരണത്തിലെ പ്രതിബിംബിത ചൈതന്യത്തെ നോക്കി നമുക്ക് ചിത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ കഴിയും. ചിത്ത് എന്താണ് എന്നുള്ളത് വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയും. ചിത്തിൻ്റെ പ്രകാശവുമായത് തന്നെയെന്ന് ചിത്തത്തിലറിഞ്ഞ ആത്മസ്വരൂപം കണ്ടിടടോ. ചൈതന്യത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ ചിത്തിൻ്റെ പ്രതിഫലനം. ആ പ്രതിഫലനം തന്നെയാണ് ഈ ജീവൻ അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം. അപ്പോൾ ആ ചിത്തത്തെ ശുദ്ധമാക്കി കഴിഞ്ഞാൽ ചൈതന്യത്തിൻ്റെ പ്രതിബിംബം വളരെ വ്യക്തമായി ആ ചിത്തത്തിൽ പ്രതിഫലിക്കും. ആ പ്രതിബിംബത്തെ നോക്കി ആത്മാവെന്താണ് എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. ചിത്തത്തിലറിഞ്ഞ് ആത്മസ്വരൂപം കണ്ടിടടോ. ചിത്തിൻ്റെ പ്രകാശവും ആയത് തന്നെ. ചൈതന്യത്തിൻ്റെ പ്രതിഫലനമാണ് ജീവൻ. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ജീവനും ചിത്തിനും. ചിത്ത് ബിംബം, ജീവൻ പ്രതിബിംബം. ബിംബത്തിനും പ്രതിബിംബത്തിനും തമ്മിൽ എന്താണ് വ്യത്യാസം? മാധ്യമം. കണ്ണാടി ഒരു മാധ്യമമാണ്. മാധ്യമം എത്ര കണ്ട് ശുദ്ധമാകുന്നുവോ, അഴുക്കില്ലാത്തതായി തീരുന്നുവോ, അത്ര കണ്ട് ബിംബം വ്യക്തമായി മാധ്യമത്തിൽ പ്രതിഫലിക്കുകയും പ്രതിബിംബം വളരെ വ്യക്തമായി തീരുകയും ചെയ്യും. അപ്പം മാധ്യമത്തെ ശുദ്ധീകരിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ മാധ്യമമായ ചിത്തം, മനസ്സ്, അന്ധഃകരണം ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചൈതന്യത്തിൻ്റെ പ്രകാശം അല്പം പോലും മങ്ങലില്ലാതെ അതേപോലെ ഈ അന്ധഃകരണത്തിൽ പ്രതിഫലിക്കും. ആ അന്ധഃകരണ പ്രതിബിംബത്തെ, ആ പ്രതിഫലിത പ്രകാശത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിത്തിൻ്റെ സ്വഭാവവും അറിയപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ചിത്തത്തിലാണ് ആത്മസ്വരൂപം കണ്ടെത്തപ്പെടേണ്ടത്. മനസ്സിലെ ആ പ്രതിബിംബത്തെയാണ്
നമ്മൾ കാണുക. അപ്പോൾ ഈ ആത്മാവിനെ ഉള്ളതുപോലെ അറിയാൻ പറ്റില്ലേ? അതൊരിക്കലും സാധ്യമല്ല. ജീവൻ അറിയുന്ന ആത്മാവിൻ്റെ സ്വരൂപം എന്നും പ്രതിബിംബിത ചൈതന്യത്തെ അറിയുന്നത് പോലെയാണ്. ഒരിക്കലും നമ്മുടെ കണ്ണുകൾക്ക് അവയെ സ്വയം കാണാൻ കഴിയാത്തതുപോലെ കണ്ണുകളുടെ പ്രതിബിംബത്തെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. കണ്ണിൻ്റെ അഴക് കണ്ണാടിയിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ കണ്ണുകളെ നേരിട്ട് കണ്ണുകൾക്ക് സ്വയം കാണാൻ കഴിയാത്തതുപോലെ ഈ ആത്മാവിനെ ജീവന് ഒരിക്കലും കാണാൻ കഴിയുകയില്ല. അപ്പൊ ആത്മാവിനെ അറിയാൻ കഴിയുമോ? ആത്മാവിനെ അറിയാൻ കഴിയും. കാരണം നമ്മുടെ കണ്ണുകൾക്ക് കണ്ണുകളെ അറിയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? എല്ലാറ്റിനെയും കാണുന്നു എന്നുള്ളത് തന്നെയാണ് കണ്ണിൻ്റെ സവിശേഷത. കണ്ണിൻ്റെ പ്രത്യേകതയും സവിശേഷതയും ഒക്കെ എല്ലാറ്റിനെയും നാം കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതുപോലെ ആത്മാവിനെ മാറി നിന്ന് വേറിട്ട് അറിയേണ്ട ഒരു കാര്യമില്ല. അത് സ്വയം പ്രകാശകമാണ്. തൻ്റെ ഉണ്മയെ സ്വയം വെളിപ്പെടുത്തുന്നു. അപ്പോൾ അതിനെ ഉള്ളതുപോലെ അറിയണമെങ്കിൽ ഈ പ്രതിബിംബത്തെയും മാറ്റണം. പ്രതിബിംബം മാധ്യമത്തിലാണല്ലോ കാണപ്പെടുന്നത്. അന്ധഃകരണവും ലയിച്ചാൽ, ആത്മാവിൽ അലിഞ്ഞില്ലാതായാൽ ഇപ്പോൾ പ്രതിബിംബ രൂപത്തിലുള്ള ജീവന്റെ അനുഭവമില്ല. ഇപ്പോഴെന്തായിരിക്കും അനുഭവപ്പെടുക? ബിംബഭൂതമായ ചിത്തിൻ്റെ അനുഭവം. ആ അനുഭവം ആർക്ക്? ജീവനാണോ എന്ന് ചോദിച്ചാൽ ജീവനില്ല, പ്രതിബിംബം തന്നെ അവിടെ ഇല്ല. അപ്പോൾ ആ ശരിക്കുള്ള ആത്മാവിനെ ആരറിയുന്നു എന്ന് ചോദിച്ചാൽ ആത്മാവ് സ്വയം അറിയുന്നു എന്ന് മാത്രമേ നമുക്ക് മറുപടി പറയാൻ കഴിയുകയുള്ളൂ. അത് സ്വയം അറിയുന്നു. അപ്പോൾ ഞാൻ അറിയണ്ടേ? അങ്ങനെ ഒരു സംശയം നമുക്ക് ഉള്ളിൽ തോന്നും. അതെ, ആ ആത്മാവിൻ്റെ പ്രതിബിംബത്തെ, ആ പ്രതിബിംബം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. മനസ്സ് ശുദ്ധമായാൽ അതിൻ്റെ സ്വരൂപം എന്താണ് എന്ന് ഈ ഞാനാകുന്ന ജീവന് വ്യക്തമായി അറിയാൻ കഴിയും. അപ്പോഴും അത് പ്രതിബിംബം മാത്രമാണ്. ഇനി കണ്ണാടി ശുദ്ധമാണെങ്കിൽ, അതിൽ പൊടിയോ അഴുക്കോ ഒന്നുമില്ലെങ്കിൽ, ബിംബത്തിനും പ്രതിബിംബത്തിനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് പറയാം. ഉള്ളതിനെ ഉള്ളതുപോലെ കാണിച്ചു തരും സ്വച്ഛമായ കണ്ണാടി. അതുപോലെ മനസ്സ് പവിത്രമായി തീർന്നാൽ ആ മനസ്സിൽ പ്രതിഫലിക്കുന്ന ചിത്ത്, ആ ബോധം എന്താണ് എന്നുള്ളത് വ്യക്തമായി അറിയാൻ കഴിയും. നേരിട്ട് അതിനെ അറിയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ മുഖത്തിൻ്റെ പ്രതിബിംബത്തെ കണ്ടാൽ പോരെ. നേരിട്ട് അവനവൻ്റെ മുഖത്തെ അവനവന് കാണണം എന്ന് എന്തിനാ ശാഠ്യം പിടിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. വസ്തു എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായാൽ പോരെ. അതിന് ഒരു കണ്ണാടി ധാരാളം മതിയാകും. ഇതുപോലെ സത്യത്തെ അറിയാൻ സത്യത്തിൻ്റെ പ്രതിബിംബത്തെ അറിഞ്ഞാൽ മതിയാകും. അതായത് മനസ്സിൽ പ്രതിഫലിക്കുന്ന ചിത് പ്രകാശത്തെ മനസ്സിലാക്കിക്കൊണ്ട് ചൈതന്യം എന്താണ് എന്നുള്ള അറിവ് നേടാൻ കഴിയും എന്നർത്ഥം. സാരം വായിക്കാം. ജീവന്റെ 3 പ്രകാരത്തിലുള്ള അവസ്ഥകളെയും കണ്ടറിഞ്ഞ് നിർവികാരിയായി സാക്ഷിയായിരിക്കുന്ന ആത്മാവിനെ കൊണ്ട് തന്നെ കണ്ടറിയണം. മറ്റു പ്രകാരത്തിൽ ആത്മാവിനെ അറിയാൻ സാധ്യമല്ല എന്ന് അറിഞ്ഞുകൊള്ളുക. ആത്മാവ് കൊണ്ടറിയുന്നത് എപ്രകാരം എന്നും പറയാം. ആത്മാവിനെ മനസ്സുകൊണ്ടറിയണം. അപ്പോൾ ആത്മാവിനെ ആത്മാവ് കൊണ്ടറിയണം എന്ന് പറഞ്ഞതോ, ഈ മനസ്സ് ചൈതന്യത്തിൻ്റെ ഒരു ശക്തിവിശേഷമാണ്. ആ മനസ്സിനെ പവിത്രമാക്കിയാൽ, രജസ് തമസ്സുകളുടെ സ്വാധീനത്തെ ആ മനസ്സിൽ നിന്ന് പൂർണ്ണമായി നീക്കിയാൽ ഈ ചിത്തം തന്നെ ബ്രഹ്മഭാവം കൈക്കൊള്ളും എന്നാണ് വേദാന്ത ശാസ്ത്രം പറയുന്നത്.
രണ്ടിനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നടുക്കുള്ള ഒരു നിർമ്മലമായ കണ്ണാടി പോലെയാണ്. ഈ ഷോറൂമുകളിലും മറ്റും നടുക്ക് ഗ്ലാസ് ഉണ്ടാവും, പക്ഷെ അതിനെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ളപ്പോൾ നടുക്ക് ഗ്ലാസ് ഉണ്ട് എന്ന് പോലും നമുക്കറിയാൻ പറ്റാതായിത്തീരും. പലരും അവിടെ ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് നേരെ നടന്നു കയറി ആ ഗ്ലാസ്സിൽ മൂക്കും മുഖവുമൊക്കെ തട്ടി പരിക്കുകൾ ഏൽക്കാറുണ്ട്. എന്തുകൊണ്ട്? അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതുപോലെ മനസ്സ് എത്ര കണ്ട് പവിത്രമാകുമോ അത്ര കണ്ട് ചൈതന്യവുമായി അത് താദാത്മ്യം പ്രാപിക്കും. വാസ്തവത്തിൽ പ്രതിബിംബത്തെ കാണുന്നത് പോലും അല്ല. നടുക്കുള്ള മറ പൂർണ്ണമായി ഇല്ലാതാവുന്നില്ല. കണ്ണാടി അവിടെയുണ്ട്, നിർമ്മലമായ കണ്ണാടി. ആ കണ്ണാടി അവിടെ ഉണ്ടെങ്കിലും അതിനപ്പുറത്തുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ഈ മനസ്സ് പവിത്രമായി തീരുമ്പോൾ ആ മനസ്സിൻ്റെ തൊട്ടപ്പുറത്തുള്ള മനസ്സിൻ്റെ അധിഷ്ഠാനമായ സത്യത്തെക്കുറിച്ചുള്ള നേർക്കാഴ്ച നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയും. അതിൽ യാതൊരു സംശയത്തിൻ്റെയും പ്രശ്നമുദിക്കുന്നില്ല. അപ്പോൾ ആത്മാവിനെ മനസ്സുകൊണ്ടറിയണം. അതെപ്രകാരമെന്നാൽ തൻ്റെ സൗന്ദര്യത്തെ കണ്ടറിയാൻ കണ്ണാടിയിൽ പ്രതിബിംബിച്ച് സ്വന്തം മുഖം താൻ തന്നെ കാണുന്നത് പോലെ എന്നും അറിഞ്ഞുകൊള്ളുക. കണ്ണാടിയെ മനസ്സായി കാണണം. കണ്ണാടിയിലെ പ്രതിബിംബത്തിൻ്റെ മുഖമാണ്, അങ്ങനെയല്ല വരേണ്ടത്, കണ്ണാടിയിലെ മുഖത്തിൻ്റെ പ്രതിബിംബമാണ് ജീവൻ. മാറിപ്പോയി, ഈ പുസ്തകത്തിൽ അച്ചടിച്ചപ്പോൾ തെറ്റുപറ്റിയതാണ്. കണ്ണാടിയിലെ മുഖത്തിൻ്റെ പ്രതിബിംബമാണ് ജീവൻ. ചിത്തത്തിൻ്റെ പ്രകാശവും മേൽപ്പറഞ്ഞത് തന്നെയെന്ന് ചിത്തത്തിലറിഞ്ഞ്, അവിടെയും ഒരു തെറ്റുണ്ട്. ചിത്തത്തിൻ്റെ പ്രകാശമല്ല, ചിത്തിൻ്റെ പ്രകാശവും മേൽപ്പറഞ്ഞത് തന്നെയെന്ന് ചിത്തത്തിലറിഞ്ഞ് ആത്മസ്വരൂപം കണ്ടുകൊള്ളുക. ഇനി എന്തു പറയുന്നു? തത്വമാം പദദ്വയ വാക്യാർത്ഥങ്ങളെ ഓർത്തു ചിത്തസന്ദേഹമെല്ലാം ദൂരസന്ധ്യജിച്ചുടൻ നിത്യമുക്തമായിടും സുഷുപ്ത്യാനന്ദമായ മുക്തിയെ പ്രാപിപ്പതിനായി നീയും കേൾക്കടോ. അവിടെയും ഒരു വൃത്തഭംഗമുണ്ട്. ഒന്നുകൂടെ വായിച്ചു നോക്കാം. നിത്യമുക്തമായിടും സുഷുപ്ത്യാനന്ദമായ മുക്തിയെ പ്രാപിപ്പതിനായി നീയും കേൾക്കടോ. അങ്ങനെ ആയാൽ ശരിയായി. മുക്തിയെ പ്രാപിപ്പതിനായി നീയും കേൾക്കടോ. അപ്പോൾ ഞാൻ വായിച്ചതിലുള്ള കുഴപ്പമാണ്, വൃത്തഭംഗമൊന്നുമില്ല. തത്വമാം പദദ്വയ വാക്യാർത്ഥങ്ങളെ ഓർത്ത്, തത്വമാം പദദ്വയ വാക്യങ്ങൾ രണ്ട് പദങ്ങളാണ്. തത് ത്വം. തത് എന്ന് പറഞ്ഞാൽ അത്, ത്വം എന്ന് പറഞ്ഞാൽ നീ. ഈ രണ്ട് വാക്കുകൾ ഉൾപ്പെടുന്ന വാക്യത്തിൻ്റെ അഥവാ മഹാവാക്യത്തിൻ്റെ അർത്ഥത്തെ വേണ്ടവണ്ണം വിചാരം ചെയ്ത് മനസ്സിലാക്കിയാൽ സംശയങ്ങളൊക്കെ തീർന്നു കിട്ടും. തത്ത് ത്വം, ഈ രണ്ട് പദങ്ങൾ ഉൾപ്പെടുന്ന മഹാവാക്യം ഏതാണ്? തത്വമസി, നീ അതാണ്. ശബരിമല സന്നിധാനത്തിൽ എഴുതി വച്ചിരിക്കുന്ന വാക്യം ഈ മഹാവാക്യമാണ്, തത്വമസി. സാമവേദാന്തർഗതമായ ഛാന്തോഗ്യോപനിഷത്തിലെ വാക്യമാണ്. ഉദ്ദാലകൻ ശ്വേതകേതുവിന് ഉപദേശിക്കുന്ന വാക്യമാണ്. കുഞ്ഞെ, നീ അതാണ്. അത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, നീ എന്ന് പറഞ്ഞാൽ
നിന്റെ ഉള്ളിൽ ഞാനെന്ന് പ്രകാശിക്കുന്ന ചൈതന്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ ശരീരത്തിനുള്ളിലും ഞാനെന്ന് പ്രകാശിക്കുന്ന ചൈതന്യം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം തന്നെയാണ് എന്നാണ് ഈ തത്വമസി മഹാവാക്യം ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പോൾ ആ തത്വമാം പദദ്വയ വാക്യാർത്ഥങ്ങളെ, തത്പദത്തിൻ്റെയും ത്വം പദത്തിൻ്റെയും അർത്ഥങ്ങളെ വിശകലനം ചെയ്ത് അവയ്ക്ക് തമ്മിൽ ഐക്യമുണ്ട്, അത് രണ്ടും ഒന്നാണ് എന്ന് മനസ്സിലാക്കിയാൽ സംശയങ്ങളൊക്കെ തീർന്നു കിട്ടും എന്നാണ് പറയുന്നത്. തത്വമാം പദദ്വയ വാക്യാർത്ഥങ്ങളെ ഓർത്ത് എന്ന് പറഞ്ഞാൽ വിചാരിച്ച് വിചിന്തനം ചെയ്ത് നോക്കുമെങ്കിൽ ചിത്തസന്ദേഹമെല്ലാം ദൂരെ സന്ധ്യജിച്ച് മനസ്സിൽ ഉണ്ടാകുന്ന ജീവനെയും ബ്രഹ്മത്തെയും കുറിച്ച് ഉണ്ടാകുന്ന സംശയങ്ങളെല്ലാം പൂർണ്ണമായി നീങ്ങിക്കിട്ടും. ഒരിക്കലും ഈ ജീവൻ ബ്രഹ്മമാണോ എന്നുള്ള സംശയം ഉണ്ടാവില്ല. അങ്ങനെ സംശയങ്ങളെയൊക്കെ ദൂരെ ത്യജിച്ചിട്ട് ആ വാക്യാർത്ഥത്തെ വിചാരം ചെയ്ത് മനസ്സിലാക്കാമെങ്കിൽ, വാക്യാർത്ഥത്തെ വിചാരം ചെയ്യുമ്പോഴാണ് സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുക. അങ്ങനെ സംശയങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ ഉടൻ പിന്നെ അധിക താമസമില്ല നിത്യമുക്തമായിടും സുഷുപ്ത്യാനന്ദമായ മുക്തിയെ പ്രാപിപ്പതിനായി ഇനിയും കേൾക്കടോ. സംശയമൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള വിചാരം ഒരു തടസ്സവുമില്ലാതെ തൈലധാര പോലെ നിരന്തരം തുടരും. ആ നിരന്തരമായ വിചാരപ്രക്രിയ അനുഭവത്തിൽ കലാശിക്കുകയും ചെയ്യും. ആദ്യമായി ബുദ്ധിക്കിത് പിടികിട്ടണം. ഞാൻ ബ്രഹ്മമാണ്, തത്വമസി എന്ന ആചാര്യൻ ഉപദേശിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അഹം ബ്രഹ്മാസ്മി എന്നാണ്. രണ്ടും മഹാവാക്യങ്ങളാണ്. 4 മഹാവാക്യങ്ങൾ പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ. ഇങ്ങനെ ഓരോ വേദത്തിൽ നിന്നും ഓരോ മഹാവാക്യങ്ങൾ. അതിൽ ആചാര്യൻ ശിഷ്യനെ നോക്കി ഉപദേശിക്കുന്നത് തത്വമസി മഹാവാക്യമാണ്. ശിഷ്യൻ അതിനെ ഉൾക്കൊണ്ട് അനുഭവിക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെ എന്നാണ്. അപ്പോൾ സംശയമൊക്കെ തീർന്ന് ബുദ്ധിക്കെങ്കിലും ഇത് തെളിഞ്ഞു കിട്ടിയാൽ, ഇതാണ് ബാലകൃഷ്ണൻ നായർ സാർ പറയുന്നത്, ഇത് അല്പമെങ്കിലും നിങ്ങളുടെ ബുദ്ധിയിൽ ഉറയ്ക്കുമെങ്കിൽ രക്ഷപ്പെട്ടു, ജീവിതം ധന്യമായി എന്നർത്ഥം. പക്ഷേ ബുദ്ധിപരമായി പോലും പലർക്കും ഈ ജീവബ്രഹ്മ ഐക്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ സംശയങ്ങൾ തീർന്നു കഴിഞ്ഞാൽ നിത്യമുക്തമായിടും എന്നും മുക്തമായിരിക്കുന്ന സുഷുപ്ത്യാനന്ദമായ മുക്തിയെ, സുഷുപ്തിയും മുക്തിസുഖവും ഒരർത്ഥത്തിൽ ഒന്ന് തന്നെ എന്ന് പറയുന്നു. എന്നാലും അവയ്ക്ക് തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. സുഷുപ്തി സദൃശമായ ഒരു സുഖമാണ്. സുഷുപ്തിയിൽ അജ്ഞാനത്തിൻ്റെ ആവരണമുണ്ട് എന്നുള്ള ഒരു ദോഷമേ ഉള്ളൂ. പക്ഷേ മനസ്സ് പൂർണ്ണമായി അടങ്ങിയത് കൊണ്ട്, ഒരു തരത്തിലുള്ള ദ്വൈതാനുഭവവും സുഷുപ്തിയിൽ ഇല്ലാത്തത് കൊണ്ട് ആ സുഷുപ്തി സുഖത്തോട് വളരെ അടുത്ത് നിൽക്കുന്നു ഈ മോക്ഷസുഖം എന്ന് നമുക്ക് പറയാം. സുഷുപ്ത്യാനന്ദമായ മുക്തിയെ പ്രാപിപ്പതിനായി ഇനിയും കേൾക്കടോ. ആ മോക്ഷത്തെ അനുഭവിക്കാനായി ഇനിയും ഞാൻ പറഞ്ഞു തരാം, നീ കേൾക്കൂ എന്നാണ് ശിഷ്യയോട് പറയുന്നത്. മുക്തിയും സുഷുപ്തിയും ഒന്നുപോലെന്നു ചൊന്നതുത്തമേ നിനക്കറിഞ്ഞിടുവാൻ ചൊല്ലിയിടുവൻ. സുഷുപ്തി സുഖം സകലർക്കുമുണ്ടല്ലോ പാർത്താൽ മുഴുത്തോരജ്ഞാനാന്ധകാരമായിരിപ്പതും
ജാഗ്രത് സ്വപ്നാവസ്ഥാവ്യാപരവുമറിയാതെ വിഗ്രഹേന്ദ്രിയാദികളും വിരഹിതമായി ദുഃഖഹീനമായിടും സുഷുപ്ത്യാനന്ദത്തിനു നിത്യത്വമില്ല പുനരുത്ഥാനമുണ്ടാകയാൽ. ഈ സുഷുപ്തി സദൃശമാണ് മോക്ഷസുഖം എന്ന് പറയാമെങ്കിലും രണ്ടിനും തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട്. അത് നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്നാണ് പറയുന്നത്. മുക്തിയും സുഷുപ്തിയും ഒന്നുപോലെന്ന് ചൊന്നത് മോക്ഷവും ഗാഠനിദ്രയും രണ്ടും ഒരുപോലെയാണ്. രണ്ടനുഭവങ്ങളിലെയും സുഖം ഏതാണ്ട് തുല്യമാണ് എന്ന് പറഞ്ഞത് ഉത്തമേ നിനക്കറിഞ്ഞിടുവാൻ ചൊല്ലിയിടുവൻ. നിനക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അതിനെ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. സുഷുപ്തി സുഖം സകലർക്കുമുണ്ടല്ലോ. ഗാഠനിദ്രയിലെ സുഖം അനുഭവിക്കാത്ത ഏതെങ്കിലും ജീവൻ ഈ പ്രപഞ്ചത്തിലുണ്ടോ? ഇല്ല. ജീവനാണോ ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഈ മൂന്നവസ്ഥകളിലാണ് ജീവൻ വീണ്ടും വീണ്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗാഠനിദ്രയിലെ സുഖം എന്താണ് എന്ന് എനിക്കറിയില്ല എന്നാരും പറയില്ല, വിശേഷിച്ചും മനുഷ്യർ. സുഷുപ്തി സുഖം സകലർക്കുമുണ്ടല്ലോ. പാർത്താൽ ഒന്ന് ആലോചിച്ചാൽ എല്ലാവരും ദിവസേന കിടന്നുറങ്ങുന്നു. പകലിലും സുഷുപ്തി സുഖമുണ്ടാകാം, രാത്രിയിലും സുഷുപ്തി സുഖമുണ്ടാകാം. എപ്പോഴാണോ ഈ മനസ്സ് പൂർണ്ണമായും മാറിത്തരുന്നത് അപ്പോഴൊക്കെ സുഷുപ്തി സംഭവിക്കുകയും ആ അവസ്ഥയിലെ സുഖം അനുഭവപ്പെടുകയും ചെയ്യും. പക്ഷെ അതെന്താണ് എന്ന് ഒന്ന് വിശകലനം ചെയ്തു നോക്കിയാൽ മുഴുത്തോരജ്ഞാനാന്ധകാരമായിരിപ്പതും, അവിടെ മുഴുത്ത അജ്ഞാനത്തിൻ്റെ മറയുണ്ട് എന്ന്. മുഴുത്ത മറ, മുഴുത്ത പഴം എന്നൊക്കെ നമ്മൾ പറയും. നല്ല മൂത്തത് തന്നെയാണ് മുഴുത്തത്. കട്ടിപിടിച്ച ഒരു ഇരുട്ടിൻ്റെ ആവരണം സുഷുപ്തിയിലുണ്ട്. അല്ല, അങ്ങനെയൊന്നുണ്ട് എന്ന് എന്തിന് ഞാൻ അംഗീകരിക്കണം? അവിടെ ആവരണമൊന്നുമില്ല, നല്ല സുഖം അനുഭവപ്പെടുന്നുണ്ടല്ലോ. സുഖത്തിനെ അല്ല അവിടെ ഈ ആവരണം മറച്ചിരിക്കുന്നത്, ആത്മസ്വരൂപത്തെയാണ് ഈ അജ്ഞാനമാകുന്ന ഇരുട്ട് മറച്ചിരിക്കുന്നത്. സുഖം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അറിവില്ലല്ലോ. ഉറങ്ങി എഴുന്നേറ്റയാൾ ആത്മസുഖത്തെയാണ് അനുഭവിച്ചത് എങ്കിലും ആത്മാവിൻ്റെ സ്വരൂപമായ സുഖത്തെയാണ് ഞാൻ അനുഭവിച്ചത് എന്ന കാര്യം അയാൾക്ക് പിടികിട്ടുന്നില്ല. ഉണർന്നെഴുന്നേറ്റ് വന്നയാൾ ഉറക്കത്തിന് മുമ്പെന്ന പോലെ അജ്ഞാനിയായി തന്നെയാണ് എഴുന്നേറ്റ് വരുന്നത്. ഉറക്കത്തിൽ ജ്ഞാനം കിട്ടുന്നില്ലല്ലോ, ജ്ഞാനികളാവുന്നില്ലല്ലോ. ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഒന്നുറങ്ങിയാൽ അജ്ഞാനം നശിച്ചു, ജ്ഞാനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ തത്വവിചാരത്തിൻ്റെയും ഗ്രന്ഥ അധ്യയനത്തിൻ്റെയും ഒന്നും ആവശ്യമില്ലാതായി പോവില്ലേ? അതുകൊണ്ട് ഉറക്കത്തിൽ അറിവുണ്ടാകുന്നില്ല. അറിവില്ലായ്മയുടെ ഒരു ഇരുണ്ട മറ, അതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അത് ആത്മസ്വരൂപത്തെ മറച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെ സുഖം അനുഭവപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആ സുഖം ആത്മാവിൻ്റെ സുഖം തന്നെയാണ്. പക്ഷേ മനസ്സ് പൂർണ്ണമായി അവിടെ മാറിത്തന്നു. മനസ്സാണ് ഈ സുഖത്തിന് വിഘ്നം സൃഷ്ടിക്കുന്നത്. ആ മനസ്സ് ഉപശമിക്കുകയല്ല, ശരിക്കും ലയിച്ചു പോയതുകൊണ്ട്. ഏതിലാണ് ലയിച്ചത്? ഈ അജ്ഞാന മറയിൽ തന്നെയാണ് ആ മനസ്സ് ലയിച്ചത്. അതുകൊണ്ട് മനസ്സിൻ്റെ തൊല്ലയില്ലാത്തത് കൊണ്ട് പരമമായ സുഖം അനുഭവപ്പെട്ടു. അത് ആത്മസുഖം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് സുഷുപ്തിയിൽ നമുക്ക് ലഭിക്കുന്നില്ല. അതിന് കാരണം അവിടെ മറയുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മുഴുത്തോരജ്ഞാനാന്ധകാരമായിരിപ്പതും. അവിടെ കട്ടിപിടിച്ച ഒരു അജ്ഞാനത്തിൻ്റെ തിരശീലയുണ്ട്. അത് ആത്മാവ് എന്താണ് എന്ന് അറിയാൻ പറ്റാതാക്കി തീർക്കുന്നു.
ജാഗ്രത് സ്വപ്നാവസ്ഥാ വ്യാപാരവും അറിയാതെ വിഗ്രഹേന്ദ്രിയാദികളും വിരഹിതമായി ദുഃഖഹീനമായിടും സുഷുപ്ത്യാനന്ദത്തിനു നിത്യത്വമില്ല, പുനരുത്ഥാനമുണ്ടാകയാൽ. എന്തുകൊണ്ട് ഈ സുഷുപ്തി സുഖത്തെ ആത്മസുഖം അല്ല എന്ന് പറയുന്നു? വാസ്തവത്തിൽ ആത്മസുഖം തന്നെയാണ് സുഷുപ്തിയിൽ അനുഭവപ്പെടുന്നത്. എന്നാലും മോക്ഷസുഖം ഈ സുഷുപ്തി സുഖത്തിൽ നിന്ന് വിഭിന്നം തന്നെ എന്നെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത് അജ്ഞാനത്തിൻ്റെ മറ അവിടെയുണ്ട്. ആത്മസ്വരൂപം എന്താണെന്ന് സുഷുപ്തിയിൽ നിന്നും ഉണർന്നു വരുന്ന ഒരാൾക്ക് അറിയാൻ കഴിയുന്നില്ല. അതാണ് ആദ്യത്തെ ന്യൂനത. ഇനി ജാഗ്രത് സ്വപ്നാവസ്ഥ വ്യാപാരവും അറിയാതെ, ജാഗ്രത്തിലും സ്വപ്നത്തിലും ദ്വൈതാനുഭവം ഉണ്ട് നമുക്ക്. മറ്റു പലതിനെയും, രൂപങ്ങളെയും ഗന്ധങ്ങളെയും രുചികളെയും ശബ്ദങ്ങളെയും ഒക്കെ കേൾക്കുന്നുണ്ട്. കാഴ്ചകൾ പലതുമുണ്ട് ജാഗ്രത്തിലും സ്വപ്നത്തിലും. സുഷുപ്തിയിലാകട്ടെ അവയൊന്നും തന്നെ ഇല്ല. അപ്പോൾ ചിത്തവ്യാപാരങ്ങൾ, ചിത്തവൃത്തികൾ പൂർണ്ണമായി അടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഈ സുഷുപ്തി. അങ്ങനെ ജാഗ്രത് സ്വപ്നാവസ്ഥ വ്യാപാരവും അറിയാതെ വിഗ്രഹേന്ദ്രിയാദികളും വിരഹിതമായി. വിഗ്രഹം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ വിഗ്രഹമല്ല, പൂജാവിഗ്രഹമല്ല. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥം. ശരീരബോധമില്ലാതെ ആണ് ഓരോ ജീവനും കിടന്നുറങ്ങുന്നത്. ശരീരത്തിൽ കടുത്ത രോഗമുണ്ടാകാം, വേദനയുണ്ടാകാം. പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാൽ അവയൊന്നും നാം അറിയുന്നില്ല. എന്തേ? മനസ്സാണ് ശരീരത്തെയും ശരീരത്തിലുള്ള രോഗത്തിനെയും ഒക്കെ അറിയിച്ചു തരുന്നത്. ആ കണ്ണി തൽക്കാലം വിട്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് എന്താ, ശരീരത്തിൽ വേദനയോ അസുഖമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകട്ടെ, നമ്മൾ അതൊന്നും അറിയാതെ ഗാഠനിദ്രയിൽ സുഖമായി കഴിയും. അപ്പോൾ വിഗ്രഹത്തെ, ശരീരത്തെ മറന്നു പോകുന്നു, ഇന്ദ്രിയങ്ങളെയും മറന്നു പോകുന്നു. ഇന്ദ്രിയങ്ങളിലൂടെയാണ് മനസ്സ് പുറം വിഷയങ്ങളെ അനുഭവിക്കുന്നത്. ആ അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ എന്ന് നേരത്തെ പറഞ്ഞു. ഇനി ഇന്ദ്രിയ സഹായമില്ലാതെ മനസ്സ് തന്നെ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് മനസ്സ് തന്നെ അതിനെ അനുഭവിക്കുന്നതാണ് സ്വപ്നാവസ്ഥ. ഇങ്ങനെ പുറത്തും ഉള്ളിലും ഉള്ള ഒരു ലോകത്തെയും അനുഭവിക്കാതെ എല്ലാം ലയിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ് സുഷുപ്തി. അവിടെ ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ദൃശ്യാനുഭവങ്ങളൊന്നുമില്ല. ശരീരം പോലും മറക്കപ്പെട്ടു, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി എല്ലാം മറക്കപ്പെട്ടു. ഇവയൊന്നുമില്ലാതെ വിരഹിതമായി ദുഃഖഹീനമായിടും. ദുഃഖത്തിൻ്റെ കണിക പോലും ഈ സുഷുപ്തിയിലില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഉറക്കത്തിലുള്ള സുഖത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു സുഖവും ഈ ലോകത്തില്ല. ദാമ്പത്യ സുഖം പോലും ഈ സുഷുപ്തി സുഖത്തിൻ്റെ താഴെ നിൽക്കുന്ന സുഷുപ്തി സുഖമാണ് ദിവ്യമായ സുഖം. ദേവന്റെ അനുഗ്രഹം കൊണ്ട്, പുണ്യകർമ്മങ്ങളുടെ ഫലമാണ് സുഷുപ്തി എന്നാണ് ഉപനിഷത്തും മറ്റും പറയുന്നത്. പുണ്യം ചെയ്തവർക്ക് മാത്രമേ സുഖസുഷുപ്തി അനുഭവിക്കാൻ കഴിയൂ. അതുകൊണ്ട് അത് നമ്മളാരും ചോദിക്കാതെ പരമാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവന് കിട്ടുന്ന സുഖമാണ്. എന്ത്? സുഷുപ്തി സുഖം. എന്തായാലും അവിടെ ദുഃഖത്തിൻ്റെ കണിക പോലുമില്ല. ദുഃഖഹീനമായിടും സുഷുപ്ത്യാനന്ദത്തിന്. ആത്മാനന്ദത്തിലും ദുഃഖത്തിൻ്റെ കണികയില്ല, സുഷുപ്തി സുഖത്തിലും ദുഃഖത്തിൻ്റെ കണികയില്ല. പിന്നെ എന്താണ് ഇവയ്ക്ക് തമ്മിലുള്ള വ്യത്യാസം? ഒരു വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സുഷുപ്തി സുഖത്തിൽ ആത്മാവിനെ മറയ്ക്കുന്ന അജ്ഞാന അന്ധകാരമുണ്ട്. മോക്ഷസുഖത്തിൽ ആ അജ്ഞാന അന്ധകാരമില്ല. ഇനി രണ്ടാമത്തെ വ്യത്യാസം, നിത്യത്വമില്ല. സുഷുപ്തിക്ക് നിത്യത്വമില്ല. കുറച്ചു നേരം സുഖമായി കിടന്നുറങ്ങും, വീണ്ടും മനസ്സ് പൊന്തിവരും, സുഷുപ്തി നഷ്ടമാകും, നാം ഉണരും, അല്ലെങ്കിൽ സ്വപ്നാവസ്ഥയിലേക്ക് കടക്കും. ആ സുഷുപ്തി
ശാശ്വതമായ ഒരവസ്ഥയല്ല, അതിന് നിത്യത്വമില്ല. എന്തുകൊണ്ട്? പുനരുത്ഥാനമുണ്ടാകയാൽ. ആ അവസ്ഥയിൽ നിന്ന്, ആ സുഖത്തിൽ നിന്ന് ആ സുഖത്തെ നശിപ്പിച്ചുകൊണ്ട് മനസ്സ് വീണ്ടും പൊന്തുന്നു എന്നത് തന്നെ. അതാണ് രണ്ടാമത്തെ കുറവ് അല്ലെങ്കിൽ ന്യൂനത. മോക്ഷത്തിൽ അങ്ങനെ മനസ്സ് വീണ്ടും പൊന്തി വരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. മോക്ഷസുഖം നേടിക്കഴിഞ്ഞാൽ അത് ശാശ്വതമായിരിക്കും. ആ സുഖത്തിന് ഒരു തരത്തിലുള്ള ഭംഗവും ഉണ്ടാകുന്നില്ല. സുഷുപ്തി സുഖം അങ്ങനെയല്ല, അത് കുറച്ചു സമയത്തേക്ക് മാത്രം, ഏതാനും സെക്കൻഡുകൾ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് സുഷുപ്തി സുഖം. അജ്ഞാനമായിടുമാവരണശക്തി തന്നിൽ വൃത്തിജ്ഞാനമെന്നിയെ ലയിച്ചിടുകയാലേ സുഷുപ്ത്യാനന്ദത്തിന് ജ്ഞാനവും അനിത്യവും ഭവിക്കും. അതുകൊണ്ടു മുക്തിയില്ലെല്ലാവർക്കും. ഉറങ്ങിയവരാരും മുക്തന്മാരായി എഴുന്നേറ്റ ചരിത്രമില്ല. എന്നാ പിന്നെ ഉറങ്ങിയാൽ മതിയല്ലോ മോക്ഷം നേടാൻ. അത് പറ്റില്ല എന്നാണ്. എന്തുകൊണ്ട്? അജ്ഞാനത്തെ സുഷുപ്തിയിൽ നശിപ്പിക്കാൻ സാധ്യമല്ല. അജ്ഞാന ആവരണത്തെ തത്വവിചാരത്തിലൂടെ, ബോധപൂർവമായ ശ്രമത്തിലൂടെ ജാഗ്രത അവസ്ഥയിലാണ് നശിപ്പിക്കേണ്ടത്. ഉറക്കത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം ബുദ്ധി ഉൾപ്പെടെ, തത്വവിചാരത്തിന് ഉപകരിക്കുന്ന ബുദ്ധി പോലും ലയിച്ചു കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ സുഷുപ്തിയിലുള്ള അജ്ഞാന അന്ധകാരത്തെ സുഷുപ്തിയിൽ വെച്ച് തന്നെ നമുക്ക് തകർക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ പ്രയത്നം, ഇച്ഛാശക്തി, ബുദ്ധി ഉപയോഗിച്ചുള്ള തത്വവിചാരം ജാഗ്രത അവസ്ഥയിൽ മാത്രമേ സാധ്യമാകൂ. ജാഗ്രത്തിൽ അതൊരു സംസ്കാരമായി തീർന്നാൽ സ്വപ്നാവസ്ഥയിലും തത്വവിചാരം തുടരാവുന്നതാണ് എന്നും ഓർമ്മിക്കുക. അജ്ഞാനമായിടും ആവരണശക്തി തന്നിൽ. എന്താണ് ഈ അജ്ഞാനം? ആവരണശക്തി. മായയുടെ രണ്ട് തരം ശക്തികളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ആവരണശക്തിയും വിക്ഷേപശക്തിയും. ആവരണശക്തി തമസിൻ്റെ സ്വഭാവമാണ്, വിക്ഷേപശക്തി രജസിൻ്റെ സ്വഭാവമാണ്. സത്വമാകട്ടെ ഉള്ളതിനെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സത്വഗുണത്തെ വേണ്ടുവോളം വർദ്ധിപ്പിച്ചോളൂ. രജസ്സിനെയും തമസിനെയും പരമാവധി കുറച്ചു കുറച്ചു കൊണ്ടുവരണം. അവയുടെ സ്വാധീനം കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതാവണം എന്നർത്ഥം, രജസ്സിൻ്റെയും തമസിൻ്റെയും. അപ്പോൾ ഇവിടെ അജ്ഞാനമായിടും ആവരണശക്തി തന്നിൽ. അജ്ഞാനം ആത്മാവിനെ അറിയാതിരിക്കുന്ന അവസ്ഥയാണല്ലോ. അങ്ങനെ അറിയാതാക്കി തീർക്കുന്നത് മായയുടെ ആവരണശക്തിയാണല്ലോ. അതുകൊണ്ട് ആ ആവരണശക്തിയെ തന്നെയാണ് അജ്ഞാനമറയായി സുഷുപ്തിയിൽ അനുഭവപ്പെടുന്നത്. ആ ആവരണത്തിൽ വൃത്തിജ്ഞാനമെന്നിയെ ലയിച്ചിടുകയാലേ. വൃത്തിജ്ഞാനമില്ല. വൃത്തിജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുദ്ധിവൃത്തിയിലാണ് ജ്ഞാനം പ്രകാശിക്കേണ്ടത്. ആ പ്രകാശിക്കേണ്ട മാധ്യമമായ ബുദ്ധി ഉൾപ്പെടെ എല്ലാം ലയിച്ചു പോയതുകൊണ്ട് സുഷുപ്തിയിൽ വൃത്തിജ്ഞാനം സാധ്യമല്ല. വൃത്തിജ്ഞാനത്തിന് മാത്രമേ അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞ ഉദാഹരണം ഓർക്കുന്നുണ്ടോ നിങ്ങൾ എന്നെനിക്കറിയില്ല. പ്രകാശം, സൂര്യപ്രകാശം സർവ്വദിക്കിലും ഒരുപോലെ വ്യാപിക്കുന്നു, എല്ലാം പ്രകാശിതമാകുന്നു. ഇതുപോലെയാണ് ബ്രഹ്മസ്വരൂപമായ ജ്ഞാനം. ആ ബ്രഹ്മജ്ഞാനം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. ആ ബ്രഹ്മജ്ഞാനത്തെ അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിൻ്റെ ആ ജ്ഞാനം എന്നുള്ള സ്വരൂപം കൊണ്ട് ജീവന്മാരുടെ ഉള്ളിലെ അജ്ഞാനം നശിക്കുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, സൂര്യപ്രകാശം സർവ്വദിക്കിലും നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ആ സൂര്യപ്രകാശത്തിന് ഒരു പഞ്ഞിയെയോ ഒരു കടലാസ് കഷണത്തെയോ കത്തിക്കാനുള്ള കഴിവുണ്ടോ? കഴിവുണ്ട്, പക്ഷേ കത്തിക്കുന്നില്ല.
എന്താ കാരണം? ഏകാഗ്രതയില്ല. ഒരു ഭൂതക്കണ്ണാടി വെയിലത്ത് വെച്ചിട്ട് ഈ സൂര്യകിരണങ്ങളെ സംപ്രജിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യിച്ചാൽ അപ്പോൾ അതിൻ്റെ ചൂട് കൂടുകയും സൂര്യകിരണങ്ങൾ ഒരു പോയിന്റിൽ ഫോക്കസ്ഡ് ആകുമ്പോൾ സംപ്രജിക്കുമ്പോൾ ആ കിരണങ്ങളെല്ലാം ചേർന്ന് അതിന് ചൂടുണ്ടാവുകയും ആ ചൂട് കൊണ്ട് പഞ്ഞിയും കടലാസും മറ്റുമൊക്കെ കത്തിക്കാൻ കഴിയുകയും ചെയ്യും. ഇതുപോലെ ആത്മാവ് സർവത്ര നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ജീവന്റെ ഉള്ളിലെ അജ്ഞാനത്തെ ആ ജ്ഞാനം എന്തുകൊണ്ട് നശിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അത് സൂര്യപ്രകാശം പോലെയാണ്. അത് നശിപ്പിക്കുകയില്ല, പ്രകാശിപ്പിക്കുക മാത്രമേ ചെയ്യൂ. അജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതാണ് ഈ ആത്മാവിന്റെ സ്വരൂപം. നശിപ്പിക്കുന്നത് ആത്മാവിന്റെ ജോലിയല്ല. സൂര്യപ്രകാശം പ്രകാശിപ്പിക്കുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, കത്തിക്കുന്നില്ലല്ലോ. കത്തിക്കണമെങ്കിൽ വിശേഷ പ്രയത്നം ആവശ്യമാണ്. അതിനാണ് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തണം, തത്വവിചാരം ബുദ്ധി കൊണ്ട് ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ ബുദ്ധി തത്വവിചാരം ചെയ്യുമ്പോൾ ഏകാഗ്രത സംഭവിക്കുകയും ആത്മാവിൻ്റെ പ്രകാശം കേന്ദ്രീകൃതമാവുകയും അപ്പോൾ അതിന് ഉള്ളിലെ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കാനുള്ള ശക്തി കൈവരികയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും സാന്ദർഭികമായി ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലെ ആത്മാവുണ്ട്. ആത്മാവിനെ മറച്ചിരിക്കുന്ന അജ്ഞാന അന്ധകാരമാണ് സുഷുപ്തിയിൽ ഉള്ളിലുള്ളത്. അപ്പോൾ ആ ആത്മാവിന് ആത്മപ്രകാശത്താൽ എന്തുകൊണ്ട് ഈ അജ്ഞാനമാകുന്ന മറ കത്തിപ്പോകുന്നില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ കത്തിപ്പോവില്ല. അതുകൊണ്ട് വിചാരപ്രക്രിയയിലൂടെ ഈ ജ്ഞാനത്തെ കേന്ദ്രീകൃതമാക്കി വൃത്തിജ്ഞാനം സമ്പാദിക്കുമ്പോൾ വൃത്തിജ്ഞാനം അജ്ഞാനാന്ധകാരത്തെ നശിപ്പിക്കാൻ സമർത്ഥമാകുന്നു. അതാണ് അജ്ഞാനമായിടും ആവരണശക്തി തന്നെ. ആവരണശക്തി അത് തന്നെയാണ് അജ്ഞാനം. ആ ശക്തിയിൽ ബുദ്ധി തന്നെ ലയിച്ചു പോകുന്നത് കൊണ്ട് അവിടെ വൃത്തിജ്ഞാനത്തിനുള്ള വിദൂര സാധ്യത പോലും ഇല്ലാത്തത് കൊണ്ട് വൃത്തിജ്ഞാനം എന്നിയെ ലയിച്ചിടുകയാലെ എന്ത് ബുദ്ധി അന്ധക്കരണം. ബുദ്ധി ഉണ്ടെങ്കിലല്ലേ ബുദ്ധിവൃത്തികൾ ഉണ്ടാവൂ. ബുദ്ധി ഉൾപ്പെടെ എല്ലാം ഈ അജ്ഞാന അന്ധകാരത്തിൽ ലയിച്ചു പോകുന്നത് കൊണ്ട് സുഷുപ്ത്യാനന്ദത്തിന് അജ്ഞാനവും അനിത്യവും ഭവിക്കും. സുഷുപ്തി സുഖത്തിന് അജ്ഞാനത്തിൻ്റെ മറയുണ്ടാവും, അത് അനിത്യവുമായിരിക്കും. അതിന് നൈരന്തര്യം ഉണ്ടാവില്ല, ശാശ്വത സ്ഥിതി ഉണ്ടാവില്ല. അല്പസമയത്തേക്ക് മാത്രമേ ആ സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയൂ. അതുകൊണ്ട് മുക്തിയില്ല എല്ലാവർക്കും. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഉറങ്ങി എഴുന്നേൽക്കുന്ന എല്ലാവർക്കും. അജ്ഞാനാന്ധകാരം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ആ സുഷുപ്തി എന്നുള്ള അവസ്ഥയിൽ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന എല്ലാവർക്കും മുക്തി കിട്ടുന്നില്ല. ചിലർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും കിട്ടുന്നില്ല എന്നാണ്. മുക്തിയില്ല എല്ലാവർക്കും. ഒരു വ്യക്തിക്കും അജ്ഞാനമാകുന്ന ആവരണം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാവാണ് സുഷുപ്തിയിലുള്ളത്. ആ ആത്മാവിനെ സുഷുപ്തിയിൽ അറിയാൻ സാധ്യമല്ല. ഒന്നുറങ്ങിയത് കൊണ്ട് ആത്മജ്ഞാനം ലഭിക്കും എന്ന് കരുതാൻ നിർവാഹമില്ല. അതുകൊണ്ട് ആർക്കും ഉറങ്ങിയത് കൊണ്ട് മാത്രം മോക്ഷം ലഭിക്കുന്നില്ല. ഇനി സാരം വായിക്കാം. ഹേ ബാലെ, തത്വവാക്യങ്ങളായ പദങ്ങളെ ഓർത്ത് തത് ത്വം, അതാണ് രണ്ട് പദങ്ങൾ. നീ അത്, നീ ജീവചൈതന്യം, അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മചൈതന്യം. ഇത് രണ്ടും ഒന്നാണ്. അസി എന്ന് പറഞ്ഞാൽ ആകുന്നു. ഇത് രണ്ടും ഒന്ന് തന്നെ. നീ അതാകുന്നു. ഈ വാക്യത്തിൻ്റെ അർത്ഥത്തെ നല്ലതുപോലെ
വിചാരം ചെയ്ത് മനസ്സിലാക്കണം. അപ്പോഴാണ് വൃത്തിജ്ഞാനം പ്രകാശിക്കുക. ആ വൃത്തിജ്ഞാനമാണ് ഉള്ളിലെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്. അങ്ങനെ തത്വവാക്യങ്ങളായ പദങ്ങളെ ഓർത്ത് ചിത്തത്തിൽ സംശയമുണ്ടാകരുത്. അത്തരം സംശയങ്ങളെ ദൂരക്കളഞ്ഞ് നിത്യമുക്തമാകുന്ന സുഷുപ്ത്യാനന്ദമായ മുക്തിയെ പ്രാപിക്കാനുള്ള ഉപായം ഇനിയും പറയാം. മുക്തിയും സുഷുപ്തിയും ഒന്നുപോലെയാണെന്ന് പറഞ്ഞുവല്ലോ. എങ്കിലും നിനക്ക് ദൃഢത വരുവാൻ വീണ്ടും ഒന്നുകൂടി വെളിപ്പെടുത്താം. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. വീണ്ടും വെളിപ്പെടുത്താം എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒന്നുകൂടി വെളിപ്പെടുത്താം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ പൗനരുക്ത്യം എന്നുള്ള ഒരു സാഹിത്യത്തിൽ സംഭവിക്കുന്ന ദോഷമാണ്. ഗേറ്റ് വാതിൽക്കൽ ഒരാൾ നിൽക്കുന്നു. ഒന്നുകിൽ ഗേറ്റ് എന്ന് പറയൂ, അല്ലെങ്കിൽ വാതിൽ എന്ന് പറയൂ. നടുമധ്യം എന്ന് പറയുന്നത് പോലെ നട്ടുച്ച എന്ന് പറയുന്നതും ഒരു തരത്തിൽ പൗനരുക്ത്യ ദോഷം ഉള്ള പ്രയോഗമാണ്. എന്താണ്? ഉച്ച എന്ന് പറഞ്ഞാൽ തന്നെ സൂര്യൻ ഉച്ചയിൽ വരുന്ന സമയമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നമ്മൾ ഉച്ച എന്നതുകൊണ്ട് ഏതാണ്ട് ആ ഒരു 12 മണിയും 2 മണി 12 മണിക്കും 2 മണിക്കും ഇടയ്ക്കുള്ള ആ സമയത്തെ മുഴുവൻ നമ്മൾ ഉച്ച എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് കൊണ്ട് നട്ടുച്ച എന്ന് പറഞ്ഞാലേ കൃത്യം 12 മണി ആവും. എന്തായാലും നട്ടുച്ച എന്നുള്ള പ്രയോഗത്തിൽ അത്ര അപാകതയൊന്നുമില്ലെങ്കിലും വീണ്ടും ഒന്നുകൂടി വെളിപ്പെടുത്താം, പലതവണ ആവർത്തിച്ചു തുടങ്ങിയ പ്രയോഗങ്ങളിൽ ദോഷമുണ്ട്. ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പല പ്രാവശ്യമാണല്ലോ. പിന്നെ എന്തിനാണ് പലതവണ ആവർത്തിച്ചു, വീണ്ടും വീണ്ടും ആവർത്തിച്ചു? അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ആവർത്തിച്ചു എന്ന് പറഞ്ഞാൽ മതിയാകും. സുഷുപ്തി സുഖം ഏവരും അനുഭവിക്കുന്നതാണ്. അത് ചിന്തിച്ചാൽ അജ്ഞാനത്തിൻ്റെ അന്ധകാരമാണ് എന്ന് ബോധ്യപ്പെടും. ജാഗ്രം, സ്വപ്നം തുടങ്ങിയ അവസ്ഥകളെ അറിയാവുന്ന, ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും വേർപിരിഞ്ഞ് ദുഃഖഹീനനായി കഴിയുന്ന സുഷുപ്ത്യാനന്ദത്തിന് നിത്യത്വമില്ല. ഈ വാക്യത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം ജാഗ്രത് സ്വപ്നങ്ങളിൽ അനുഭവപ്പെടുന്ന ശരീരവും ഇന്ദ്രിയങ്ങളും ഒന്നും സുഷുപ്തി അവസ്ഥയിലില്ല. ദുഃഖത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഈ സുഷുപ്തി എന്ന് പറയുന്നത്. പക്ഷേ ആ സുഷുപ്തി സുഖത്തിന് ശാശ്വതത്വമില്ല, നാശരഹിതമായ ഒരവസ്ഥയില്ല. അതാണ് നിത്യത്വമില്ല എന്ന് പറയുന്നത്. വീണ്ടും ഉണ്ടാകുന്നത് കൊണ്ടാണ് അപ്രകാരം സംഭവിക്കുന്നത്. എന്തുണ്ടാകുന്നു എന്ന് പറയുന്നില്ല. മനസ്സ് വീണ്ടും പൊന്തി വരുന്നത് കൊണ്ട് ആ സുഷുപ്തി സുഖം നഷ്ടമാകുന്നു. അടുത്ത ദിവസം വീണ്ടും മനസ്സ് ലയിക്കുമ്പോൾ സുഷുപ്തി സുഖം വീണ്ടും അനുഭവപ്പെടുന്നു. അതെപ്രകാരമെന്നാൽ അജ്ഞാനമാകുന്ന ആവരണശക്തിയുടെ പിടിയിലകപ്പെട്ട് വൃത്തിജ്ഞാനമില്ലാതെ അന്ധഃകരണം ലയിക്കുന്നത് നിമിത്തമാണ്. സുഷുപ്ത്യാനന്ദത്തിന് അജ്ഞാനവും അനിത്യത്വവും ഭവിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും മുക്തി ഉണ്ടാവുന്നില്ല. എന്ന് പറഞ്ഞാൽ ഉറങ്ങി എഴുന്നേറ്റ് എല്ലാവർക്കും മുക്തി ഉണ്ടാവുന്നില്ല. അതായത് ഉറങ്ങി ഉണരുന്നത് വരെയുള്ള ആനന്ദം കഴിഞ്ഞ് വീണ്ടും ജീവന് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ നിത്യാനന്ദം സ്ഥായിയായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നും അറിയേണ്ടതാണ്. മോക്ഷസുഖം നേടിക്കഴിഞ്ഞാൽ വീണ്ടും ദുഃഖത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഇല്ല. അതുകൊണ്ട് സുഷുപ്തി സുഖവും മോക്ഷസുഖവും ഏതാണ്ട് തുല്യമാണെങ്കിലും രണ്ടിനും തമ്മിൽ പ്രകടമായ വ്യത്യാസം ഉണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ആ 59-ാമത്തെ ശീർഷകമായ മുക്തിസ്വരൂപവും പര്യവസാനിച്ചു. മുക്തി സ്വരൂപം പര്യവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. ആ ശീർഷകം പര്യവസാനിച്ചു. മുക്തിസുഖത്തിന് അന്തമോ അവസാനമോ ഒന്നുമില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. അന്തമോ അവസാനമോ എന്ന് പറഞ്ഞാൽ അന്തമില്ല, അവസാനമില്ല. നിരന്തരമായ സുഖമാണ് മോക്ഷസുഖം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ആത്മാവിൻ്റെ സ്വരൂപമാണ്. ആത്മാവ് അനശ്വരമായതുകൊണ്ട്
ആത്മസ്വരൂപമായ മോക്ഷം അല്ലെങ്കിൽ മോക്ഷസുഖത്തിനും നാശം സംഭവിക്കുന്നില്ല. അടുത്തതായി 60-ാമത്തെ ശീർഷകമാണ്. അതിൻ്റെ പേര് ആത്മാവ് നിത്യൻ. നശിക്കാത്തതാണ് ആത്മസ്വരൂപം. ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ആ ശീർഷകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം.